In the last class, we have seen how sigma bonds are formed, sigma and sigma star. Now we are going to pi molecular orbitals. Molecular orbital formation ആണ് നേരത്തെ നമ്മൾ കണ്ടത്. അപ്പോൾ sigma star molecular orbitals are formed by linear combination of atomic orbitals. Then we are going to pi molecular orbitals. A molecular orbital in which the electron density is concentrated unsymmetrically above and below the line joining the two nuclei of the bonding atoms about the internuclear axis. ഇതാണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, എ ബി ഇതിൽ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് കാണിച്ചിരിക്കുന്നത് രണ്ട് ന്യൂക്ലിയസിനെയും കൂടി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ്. അതിൻ്റെ മുകളിൽ പ്ലസ് പ്ലസ് കോമ്പിനേഷനിൽ, അതായത് സിമെട്രിക്കലി എബോ ആൻഡ് ബിലോ ദ ആക്സിസ് വി ഹാവ് ഇലക്ട്രോൺ ഡെൻസിറ്റി പ്ലസ് മൈനസ്. ഇതിനെയാണ് പൈ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുക. ഹിയർ ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ലാറ്ററൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആണ് നടക്കുക. ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ്. Thus, a pi bonding MO, pi has electron density concentrated in between the two nuclei but distributed unsymmetrically about the internuclear axis. On the other hand, a pi antibonding MO, pi star, antibonding MO, pi antibonding orbital is denoted as pi star. Bonding orbital pi. Then pi star has electron density depleted. ഇവിടെയും ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻ ആൻറ്റി ബോണ്ടിങ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ വിൽ ബി ഡിക്രീസ്ഡ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ പ്ലസ് പ്ലസ് മുകളിൽ, മൈനസ് മൈനസ് താഴെ. ഇതാണ് ആഡ് ചെയ്യുമ്പോൾ രണ്ടും പ്ലസ് മുകളിൽ വരും. ഇത് നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ പൈയും പൈ സ്റ്റാറും ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു റെപ്രസെൻറ്റ് ദ പൈ മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽ ലൈക്ക് ദിസ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, അതിൻ്റെ സിമെട്രി തിരിയും. അപ്പോൾ പ്ലസ്സും മൈനസും പ്ലസ്സും വരിക. അപ്പോൾ അതാവുമ്പോൾ പൈ സ്റ്റാർ 2p y. If we assume that z axis to be the internuclear axis, we can say that the combination of two 2p y orbitals in a sideways fashion gives the bonding MO pi 2py and the antibonding MO pi star 2py. അതായത് പി സെഡ് ആദ്യം സിഗ്മ ഫോം ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പി വൈയുടെ കാര്യം പറയുന്നത്. പി സെഡ് ഹാസ് ഓൾറെഡി ഫോംഡ് സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ദ ഓവർലാപ്പിംഗ്. ആൻഡ് ഒരെണ്ണം സിഗ്മ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ അതൊക്കെ ലാറ്ററൽ ഓവർലാപ്പിംഗ് മാത്രമാണ് പോസിബിൾ ആവുക. ദാറ്റ് വിൽ ബി പൈ. Similarly, the combination of two 2px orbital, അത് 2px ഓർബിറ്റൽ ആകുമ്പോഴും അതും എന്തുതന്നെയാണ് ഫോം ചെയ്യുള്ളൂ, പൈ ബോണ്ട് മാത്രമാണ് ഫോം ചെയ്യുക. ദാറ്റ് വിൽ ബി ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു പി വൈ. അതാണ് വ്യത്യാസം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് പി എക്സും പി വൈയും. അപ്പോൾ ഇൻ ഇൻ്റർന്യൂക്ലിയർ മോളിക്യൂൾസ് ലീനിയർ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർബിറ്റൽസ് മേ ഹാപ്പൻ. എക്സാമ്പിൾ, സിഗ്മ ഇൻട്രാക്ഷൻ മേ ബി പോസിബിൾ ബിറ്റ്വീൻ എൻ എസ് ഓർബിറ്റൽ ഓഫ് വൺ ആറ്റം ആൻഡ് പി സെഡ്. പി സെഡും എസും തമ്മിലും ഈ ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. അനദർ ആറ്റം പ്രൊവൈഡ് ദ ക്രൈറ്റീരിയ ഫോർ കോമ്പിനേഷൻ ആർ സാറ്റിസ്ഫൈഡ്. എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? ഏകദേശം കമ്പയറബിൾ ആയിട്ടുള്ള എനർജി ആവണം, സിമെട്രി വൈസ് മാച്ചിങ് ആവണം. പിന്നെ എന്താ ഉള്ളത്? നമ്മൾ നേരത്തെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അടുത്തത് ഈ രണ്ട് ആറ്റംസും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ ഇങ്ങനത്തെ ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. ഇവിടെ സിഗ്മ മോളിക്കുലർ ഓർബിറ്റലും പൈ മോളിക്കുലർ ഓർബിറ്റലും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. സിഗ്മ MO ഈസ് 1 വിച്ച് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇത് അൺസിമെട്രിക്കൽ അബൌട്ട് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ് പൈ. Then sigma MOs are those formed when addition or subtraction interaction of the atomic orbitals takes place in a ഹെഡ് ഓൺ ഫാഷനിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് സിഗ്മ ഫോം ചെയ്യുക. ലാറ്ററൽ ഓർ സൈഡ് വേസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, പൈ MO. ദെൻ ദ ഓവർലാപ്പ് റീജിയൻ ഈസ് മാക്സിമം ഇൻ ദ കേസ് ഓഫ് സിഗ്മ. ഏറ്റവും കൂടുതൽ ഓവർലാപ്പിംഗ് ഉണ്ടാവുക സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ സിഗ്മ ബോണ്ടാണ് ഏറ്റവും സ്റ്റേബിൾ ആവുക. ദ ഓവർലാപ്പ് റീജിയൻ ഈസ് ലെസ് ഇൻ ദ കേസ് ഓഫ് പൈ ബോണ്ടിങ്, പൈ MO. ഇലക്ട്രോൺ ഒക്യുപ്പൻസി ഓഫ് എ സിഗ്മ bonding MO leads to strong bond. Electron occupancy of a sigma bonding MO leads to strong. സിഗ്മയിൽ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കും. ഇലക്ട്രോൺ ഒക്യുപ്പൻസി ഓഫ് പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ലീഡ് ടു എ റിലേറ്റീവ്ലി വീക്ക്. സിഗ്മയെക്കാട്ടിലും വീക്കായിട്ടുള്ള ബോണ്ടാണ് പൈ.
ഇനി അടുത്തത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. നോൺ ബോണ്ടിങ് മീൻസ് അത് ആറ്റമിക് ഓർബിറ്റൽ പോലെ തന്നെ നിൽക്കും, ബോണ്ടിങ്ങും അല്ല ആൻറ്റി ബോണ്ടിങ്ങും അല്ല. വെൻ ആൻ s orbital combined with p orbital which is perpendicular to the axis of the molecule, the net effect is non bonding. അതിന് ബോണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്സിസ്, സിമെട്രി ഇതെല്ലാം മാച്ചിങ് ആണെങ്കിൽ മാത്രമാണ് അത് ബോണ്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ ആസ് സച്ച്. അങ്ങനത്തെ ഓർബിറ്റൽസിനെയാണ് നമ്മൾ നോൺ ബോണ്ടിങ് എന്ന് പറയുക. പക്ഷേ നോൺ ബോണ്ടിങ് എന്ന് പറയുന്ന ഓർബിറ്റൽസിന് ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ അത്ര എനർജി ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഹാവിങ് ദ സെയിം എനർജി ആസ് ദാറ്റ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. ബോണ്ടിങ്ങിൻ്റെ കേസിൽ ആറ്റമിക് ഓർബിറ്റലിനേക്കാൾ കുറഞ്ഞ എനർജിയാണ് ഉണ്ടാവുക, ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ കേസിൽ കൂടിയ എനർജിയാണ് ഉണ്ടാവുക. നോൺ ബോണ്ടിങ്ങിൻ്റെ കേസിൽ ദ എനർജി വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. ഇവിടെ കോമ്പിനേഷൻ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ സിഗ്മ പൈ ആൻഡ് ബോണ്ടിങ് നോൺ ബോണ്ടിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ എനർജി ഓർഡർ ഓഫ് എംഒസ്. മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് ആർ ഫീൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജിയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മളുടെ ഫോം ചെയ്യണം മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഹിയർ ദ energy wise the arrangement is like this. Sigma 1s is having the lowest energy, then comes sigma star 1s, then sigma 2s, sigma star 2s, then sigma 2pz less than. പിന്നെ വരുന്നത് px py കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന 2 പൈ എംഒസ് ആണ്. അതിന് രണ്ടിനും ഒരേ എനർജിയാണ്. അങ്ങനെ ഒരേ എനർജി ആയിട്ടുള്ള ഓർബിറ്റൽസ് നമ്മൾ എന്താ പറയുക, ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഈ പൈ 2px and പൈ 2py മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്. ദെൻ it is having lower energy than pi star 2px and pi star 2py. Then the energy of pi star 2py and pi star 2px and 2py are less than sigma star 2pz. ഇങ്ങനെ ഈ ഓർഡറിൽ പോയിക്കൊണ്ടേയിരിക്കും. The above order is valid for molecules like O2, F2, NO, etc. The MO energy diagram of such molecules would be of the type. നോക്കുക, ആദ്യം വരുന്നത് 1s ആണ്. 1s കോമ്പിനേഷൻ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ദെൻ കംസ് 2s കോമ്പിനേഷൻ സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. ദെൻ കംസ് 2p ഓരോ സെറ്റിലും 3 എണ്ണം വീതമുണ്ട്, pz py px. ഇനി pz കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ 2pz ഉണ്ടാവും. ദെൻ 2 pxും pyയും 2 ആറ്റംസിൻ്റെയും കമ്പൈൻ ചെയ്താൽ 2 പൈ 2px പൈ 2py ഉണ്ടാവും. ദെൻ കംസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് പൈ സ്റ്റാർ 2px ആൻഡ് പൈ സ്റ്റാർ 2py. അതിൻ്റെയൊക്കെ മുകളിലുള്ള എനർജി ആയിട്ട് സിഗ്മ സ്റ്റാർ 2pz ആണ് വരിക. ഈ എംഒ ഡയഗ്രാം ഈസ് വാലിഡ് ഫോർ O2, F2, N2 ഓക്സിജൻ എന്താ പറയുക NO ഓക്സിജൻ O2 ആൻഡ് F2 ഈ രണ്ടും ഹോമോ ന്യൂക്ലിയർ ഡയറ്റമിക്സ് ആണ്. NO എന്ന് പറഞ്ഞാൽ ഹെട്രോ ന്യൂക്ലിയർ ആണ്. ഇതിനൊക്കെ ഇതാണ് വാലിഡ് ആവുക. ഡയഗ്രാം ഷോയിങ് ദ ഓർഡർ ഓഫ് എനർജി എംഒസ് വാലിഡ് ഫോർ O2, F2, NO എക്സെട്ര. ഇനി in fact in certain molecules there are significant spz interaction, sp coupling കൂടുതലുള്ള കേസിൽ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏത് പീരിയഡാണ്, ഫസ്റ്റ് പീരിയഡ് സെക്കൻഡ് പീരിയഡ് അങ്ങനെ പറഞ്ഞിട്ട് +1 +2 ഇൻട്രാക്ഷൻ വേർ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s and 2pz is relatively small. As a consequence of this interaction, the energies of pi 2px and pi 2py orbital shift to lower values than sigma 2pz. ഇതാണ് പ്രത്യേകത. ഇത് B2C2N2CO B2C2N2CO. B2C2N2ൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇതിന് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ മുന്നിൽ വരുന്ന ആറ്റംസ് ആണ് ബോറോൺ, കാർബൺ, നൈട്രജൻ. നൈട്രജൻ കഴിഞ്ഞിട്ട് വരുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ മുതൽ മറ്റേ ആദ്യം നമ്മൾ പറഞ്ഞ എംഒ ഓർഡറാണ് ഫോളോ ചെയ്യുക. സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s ഇത് ഈ ഓർഡറാണ്. ദെൻ കംസ് നേരത്തെ നമ്മൾ കണ്ടത്. ഇനി ഇതിന് ശേഷം എന്തായിരുന്നു വന്നത്? സിഗ്മ 2pz ആയിരുന്നു. ഇവിടെ നേരെ തിരിഞ്ഞു. പൈ 2px പൈ 2py ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് ആദ്യം വരിക. ദെൻ കംസ് സിഗ്മ 2pz, ദെൻ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. ഇവിടുത്തെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നുമില്ല, ആകെയുള്ള വ്യത്യാസം പൈ 2px പൈ 2py ഡീജനറേറ്റ് ആയിട്ടുള്ള 2 എണ്ണം ഏറ്റവും താഴെ വരും. ദെൻ കംസ് സിഗ്മ 2pz. പിന്നത്തെ ഓർഡറൊക്കെ സെയിം തന്നെയാണ്.
ഇതേതിനാണ് B2C2N2CO, B2C2N2CO. മറ്റേതാണെങ്കിൽ O2F2NO. ഇനി ഇതിൻ്റെ എത്ര ഇലക്ട്രോൺസിൻ്റെ ഓരോ ആറ്റത്തിലും നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പറിനെ ഈ ഓർഡറിൽ ഫില്ല് ചെയ്യേ വേണ്ടു. ദെൻ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ, അതുപോലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇത് എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എത്ര സ്ട്രോങ് ആയിരിക്കും ആ ബോണ്ട് എന്ന് പറയുക. In order to define or in order to predict the stability of the bond, we have a term bond order. Bond order. What is meant by bond order? Bond order is half of the difference between the number of electrons in bonding molecular orbital and number of electrons in antibonding. That is half of Nb minus Na. The quantity bond order indicates the relative stability of a molecule. Molecule will be stable only if the number of bonding electron, bonding molecular orbital വരുന്ന ഇലക്ട്രോൺ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ വരുന്ന ഇലക്ട്രോൺസിനേക്കാൾ എണ്ണം കൂടുതലാണെങ്കിൽ, ബോണ്ടിങ്ങിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ മോളിക്യൂൾ വിൽ ബി അൺസ്റ്റേബിൾ ഇഫ് ദ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണ് ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് വെച്ചാലാണ് ആ ബോണ്ട് സ്റ്റേബിൾ ആവുക. അതിന് ഈക്വൽ ആവുക, അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാവുകയാണെങ്കിൽ എന്താവും, അത് അൺസ്റ്റേബിൾ ആവും. For example, as we are going to see, the bond orders of F2, O2, N2 are respectively 1, 2 and 3. The cleavage of the bond. അപ്പോൾ ഫ്ലൂറിൻ രണ്ട് ഫ്ലൂറിൻ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക. ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ് ഉണ്ടാവുക, നൈട്രജൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ ആവറേജ് ബോണ്ട് എനർജി, ആവറേജ് ക്ലീവേജ് എനർജി, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി വേണമെന്ന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോർ fluorine it is 159, then oxygen 499 and for nitrogen it is 945 kilojoules per mole respectively. This clearly shows that the bond strength increases in the order F2, O2 and N2. അവിടുത്തെ ബോണ്ട് ഓർഡർ എങ്ങനെയാണ്? ബോണ്ട് ഓർഡർ 1, 2 and 3 ആണ്. അപ്പോൾ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡറും തമ്മിലുള്ള ബന്ധം, ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത്ത് കുറയും, ബോണ്ട് ഓർഡർ കുറവാണെന്ന് വെച്ചാൽ ബോണ്ട് ലെങ്ത്ത് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത്ത് വരുന്നത് ഫ്ലൂറിൻ്റെ കേസിലാണ്. ദെൻ കംസ് ഓക്സിജൻ, ദെൻ നൈട്രജൻ. ഇനി അടുത്ത രണ്ട് ടേംസ് നമ്മൾ കാണാൻ പോകുന്നത് ഹോമോ ആൻഡ് ലൂമോ. വാട്ട് ഈസ് മെൻ ബൈ ഹോമോ? ഹയ്യസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലിലേക്ക് ആദ്യം ഇലക്ട്രോണിനെ കൊടുക്കും. ആൻഡ് ഇലക്ട്രോൺസ് വിൽ ബി ഫിൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി. മോളിക്കുലർ ഓർബിറ്റലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ഇലക്ട്രോണിനെ നമ്മൾ ആ ഓർഡറിലാണ് ഫില്ല് ചെയ്ത് വരിക. അപ്പോൾ ഹയ്യസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, ആ ഓർഡറിൽ ഏറ്റവും ഹയ്യസ്റ്റ് എനർജിയുള്ള ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലിനെയാണ് നമ്മൾ ഹോമോ എന്ന് പറയുക. ഇനി അടുത്തത് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ്, ഹയ്യസ്റ്റ് ഒക്യുപ്പൈഡ് ആൻഡ് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ്, അതിനെയാണ് നമ്മൾ രണ്ടിനെയും കൂടി പറയുക ഫ്രോണ്ടിയർ ഓർബിറ്റൽസ് എന്നാണ്. രണ്ട് ബോണ്ടിങ്ങിൻ്റെയും ആൻറ്റി ബോണ്ടിങ്ങിൻ്റെയും അറ്റം രണ്ടിൻ്റെയും എഡ്ജാണത് ബോണ്ടിങ്. അതായത് ഹയ്യസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഇതിന് രണ്ടിനെയും ഫ്രോണ്ടിയർ മോളിക്കുലർ ഓർബിറ്റൽസ് എന്നാണ് ജനറലായിട്ട് നമ്മൾ പറയുക. They can be easily identified by taking a look at the MO diagram of any molecule. The highest energy MO of a molecule in which electron is found is HOMO, whereas lowest energy MO of a molecule that stands unoccupied. ഇനി അടുത്തത് അതിലേക്കാണ് പോകേണ്ടത്. അത് ഒക്യുപ്പൈഡ് അല്ല, പക്ഷേ ഇനിയൊരു ഇലക്ട്രോണും കൂടി ഉണ്ടെങ്കിൽ അതിലേക്കാണ് പോവുക. അതിനെയാണ് നമ്മൾ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുക. Then the energy difference between HOMO and LUMO of a molecule is termed HOMO-LUMO gap. ഹോമോയിൽ നിന്ന് ലൂമോയിലേക്ക്, അതായത് ഹയ്യസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡിലേക്കാണല്ലോ ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ നടക്കുക.
അപ്പോൾ അങ്ങനെ അത് എക്സൈറ്റ് ചെയ്യണമെങ്കിൽ ഏത് എനർജി വേണം എന്നുള്ളത് എന്താ തീരുമാനിക്കുക, ഇത് തമ്മിൽ എത്ര എനർജി ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് ഹോമോ ലൂമോ ഗ്യാപ്പ് എന്ന് പറയുക. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡയറ്റമിക് മോളിക്യൂൾസ് ആണ്. നേരത്തെ നമ്മൾ MO മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഇനി അതിലേക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത്. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.